1, 2, 3. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുർത്തയുടെ വീഡിയോ ചെയ്ത സമയത്ത്, കുർത്ത സെറ്റിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു കളറിനെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ പേര് പല കളറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതലും വന്നത് ബ്ലാക്ക് ഓർ വൈറ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ബ്ലാക്കിൽ ചെയ്യാം. ഇനി നിങ്ങൾക്ക് വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ ആയിട്ട് DM ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏതെങ്കിലും കളറിൻ്റെ സജഷൻ കുർത്ത സെറ്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇന്ന കളർ ചെയ്യുമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങൾ കണ്ടുവച്ച വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിലൊക്കെ എൻ്റെ ഇൻസ്റ്റഗ്രാം ID-യിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആ ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ അറിയിക്കാൻ നോക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് പേര് സജഷൻസ് അയക്കുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് കുർത്ത സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതലും ബ്ലാക്ക് എന്നുള്ളൊരു ഓപ്ഷൻസ് വന്നുകൊണ്ട് ഞാൻ കൂടുതലും ബ്ലാക്ക് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് വിത്ത് കോംബോ സംതിങ് എന്തെങ്കിലും കളർ ഉണ്ടെങ്കിലും ബ്ലാക്ക് ആണ് ഫേവറേറ്റ് ആയിട്ട് കൂടുതൽ പേര് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, എൻ്റെ ഒരു ഫേവറേറ്റ് കളർ എന്താണെന്ന് ചോദിച്ചാൽ ബ്ലാക്കിൽ തന്നെയാണ് ഞാനും ചൂസ് ചെയ്യാറ്. സോ ഭയങ്കരമായിട്ടും സന്തോഷത്തോടെ വീഡിയോ എടുക്കുകയാണ്. കാരണം കഴിഞ്ഞ കുർത്ത സെറ്റിൻ്റെ വീഡിയോ 23K വ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. അത്രയൊന്നും വ്യൂസ് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല. ഒത്തിരി ഹവേഴ്സ് കൂടി, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാൻ ഞാൻ വല്ലാണ്ടൊക്കെ വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സ് നോക്കാം. ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട്, ഞാൻ കാണിച്ചു തരാം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എല്ലാം അൺബോക്സ് ചെയ്ത ഡ്രസ്സാണ് കേട്ടോ, നോക്കി വെച്ചതാണ്. ഇതാണ് കേട്ടോ ടോപ്പ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു നെക്കിൻ്റെ പോർഷനിൽ ഒരു ചെറിയൊരു ബട്ടൺസും പിന്നെ സംതിങ് ഇങ്ങനെ ഒരു ലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് അല്ല, ജസ്റ്റ് മോഡലായിട്ട് വെച്ചതാണ്. പിന്നെ സ്ലീവ് വന്നിട്ട് ഒരു 3/4 സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ നെക്ക് റൗണ്ട് നെക്കാണ്, നോർമൽ നെക്കാണ്. പിന്നെ ഇതിന് സൈഡ് ഓപ്പൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. രണ്ട് പോർഷനും ഒരേപോലെയാണ് കേട്ടോ. നമുക്ക് ഉള്ളിലാണോ പുറത്താണോ എന്ന് മനസ്സിലാവാത്ത രൂപത്തിലാണ് രണ്ട് ടൈപ്പിലും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഷോളും പിന്നെ ബോട്ടം വിയറും കൊടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇത് സ്മോൾ ടു XXL വരെയുള്ള സൈസ് അവൈലബിൾ ആണ്. ഓക്കെ, ചില ഡ്രസ്സുകളൊക്കെ അവർ പറയാറുണ്ടായിരുന്നു XXL ഒക്കെ ചെയ്യുമെന്ന് ചോദിച്ചവരോട് വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് XXL വരെ അവൈലബിൾ ആണ്. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം ആണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഓക്കെ ഇതിൻ്റെ പാൻറ് കാണിച്ചു തരാം. പാൻറ് ബ്ലാക്ക് ആണ്, പ്ലെയിൻ ആയിട്ടുള്ള പാൻറ്റാണ്, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബ്ലാക്ക് ഒരു പാൻറ്. പിന്നെ പോക്കറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇലാസ്റ്റിക് ആണ് പാൻറ്റിന്മേൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പിന്നെ ഷോളാണ് ഹൈലൈറ്റ്. ഷോൾ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുള്ള ഷോള്. ഇങ്ങനെയാണ് ഷോൾ വന്നിട്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവാൻ പറ്റും കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കുന്ന ഷോളുമാണ് കേട്ടോ. വല്ലാണ്ട് ഇങ്ങനെ വെയിറ്റ് ആയിട്ട് തലയിൽ വീണ് പോകുന്ന, അല്ലെങ്കിൽ സൈഡിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സൈഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ കിടക്കുന്ന ഒരു ഷോളാണ്. ഭയങ്കരമായിട്ടും ഒതുക്കുള്ള ഷോളാണ്. ഡിസ്കംഫർട്ട് ഒട്ടും തോന്നത്തില്ല. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫെക്ഷൻ എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്ഷൻ ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ട് ഒരു എന്താ പറയുക, ഇട്ട് കഴിയുമ്പോഴും അതേ വൃത്തിക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ്. പിന്നെ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നല്ല ഡ്രസ്സാണ്. വേണ്ടവർക്ക് ഇതിൻ്റെ കോഡ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓഫീസ് വിയർ ആയിട്ടും കോളേജിൽ പോകുമ്പോൾ ഇടാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡെയിലി വിയർ ആയിട്ട് വീട്ടിലിടാൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്ത സെറ്റാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ കുർത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പിക്ചർ ഇത് ഞാൻ ഇവിടെ കൊടുക്കാം, ഇട്ട വീഡിയോസ് ഞാൻ കൊടുക്കാം. രണ്ടാമത്തെ കുർത്തനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലാക്ക് തന്നെയാണ്. ഓഫ്കോഴ്സ് ബ്ലാക്ക് ആയിരിക്കുമല്ലോ, കാരണം ബ്ലാക്കിനെ കുറിച്ചിട്ടാണ് കൂടുതൽ പേര് കമൻറ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഇതും അടിപൊളി കുർത്തയാണ് കേട്ടോ, പക്ക സ്റ്റാൻഡേർഡ് ഉള്ള കുർത്തയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതൊരു ബ്ലാക്ക് വിത്ത് റെഡ് കോംബോയിൽ വരുന്നതാണ്. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. പിന്നെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് തന്നെയാണ്. നെക്ക് വന്നിട്ട് നോർമൽ റൗണ്ട് നെക്കാണ്. ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം ആണ്.
പിന്നെ ലെങ്ത്തൊക്കെ അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട് ടോപ്പിന്. പിന്നെ സ്ലീവിൻ്റെ അറ്റത്തും ഒരു റെഡ് കളറായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് ലാർജ് ആയിരുന്നു, കാരണം ഞാൻ ഇത് എടുക്കുന്ന സമയത്ത് മീഡിയം അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, ഷേപ്പ് ചെയ്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് ലാർജ്. പക്ഷെ ഇത് കുഴപ്പമില്ല, ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ലിറ്റിൽ ബിറ്റ് ലൂസ് ഉണ്ട്, കാരണം ചിലതിൻ്റെ സൈസ് ഞാൻ എടുക്കുന്ന സമയത്ത് മീഡിയം അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ലാർജ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഞാൻ വെറുതെ ചെക്കൗട്ട് ചെയ്തപ്പോൾ ഒരു സൈസും അവൈലബിൾ അല്ല. ഞാൻ എന്തായാലും കോഡ് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള പാൻറ് വന്നിട്ട് റെഡ് കളർ പാൻറ്റാണ് വന്നിട്ടുള്ളത്. അത് ഈ ഒരു പാറ്റേണിലാണ് പാൻറ് വന്നിട്ടുള്ളത്. പിന്നെ പാൻറ്റിന് ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്, പോക്കറ്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പാൻറ്റും അത്യാവശ്യം നല്ല ഭംഗിയുള്ള പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഷോളാണ്. നല്ല ഒതുക്കുള്ള ഷോളാണ്. ഇതാണ് കേട്ടോ ഷോള് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷോള് കാണാൻ വേണ്ടിയിട്ട്. ഏതൊരു ഡ്രസ്സ് എടുക്കുമ്പോഴും അതിൻ്റെ ഷോള് നോക്കി വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ ലുക്കിനനുസരിച്ചിട്ടൊക്കെ നിൽക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഷോളാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 524 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. കമൻറ്റിൽ ചോദിച്ചാൽ മതി, എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇന്ന് വന്നതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ആണ്. ഭയങ്കര പെർഫെക്ഷൻ, ഭയങ്കര ഫിറ്റായിട്ടൊക്കെ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സ് കാണാൻ വേണ്ടിയിട്ട്. ഇതൊരു ഗ്രേ അല്ലെങ്കിൽ ഒരു ലൈറ്റ് ക്രീം കളർ വിത്ത് ബ്ലാക്ക് കോംബോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നെക്ക് വന്നിട്ട് വീനക്കാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മീഡിയം തന്നെയാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു മെറ്റീരിയൽ ആണ്. ഇത് റയോൺ മെറ്റീരിയൽ ആണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് മെറ്റീരിയൽ. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ്റും ദുപ്പട്ടയും വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 594 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വേറെ റേറ്റിലാണെങ്കിൽ ഞാൻ വാങ്ങുമ്പോൾ എത്ര റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങി എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടിയിട്ടോ വില കുറഞ്ഞിട്ടോ കാണാം. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ള മീഡിയം ആണ്. ഇത് സ്മോൾ തൊട്ടിട്ട് XXL വരെയുള്ള സൈസ് അവൈലബിൾ ആണ് കേട്ടോ. അയ്യോ, ഇത് റയോൺ മെറ്റീരിയൽ അല്ല കേട്ടോ, ഐ എം സോ സോറി. ഇത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇട്ടാൽ നല്ല കംഫർട്ടബിൾ ആണ്. ഈ മെറ്റീരിയൽ ഇടുമ്പോൾ ഞാൻ ഇട്ട് നോക്കി, ഒത്തിരി കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഭയങ്കര പെർഫെക്ഷനിലാണ് സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടിട്ടുള്ള പാൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പാൻറ്റ് കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്. പ്രിൻ്റഡ് ഒക്കെ വന്നിട്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പോക്കറ്റുള്ള പാൻറ്റ് ഒത്തിരി ഇഷ്ടമാണ്. എന്തിനാണ് ഇത്ര ഇഷ്ടം എന്നൊന്നും അറിയില്ല. നമുക്ക് കോമൺ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുമ്പോഴൊക്കെ ഫോണൊക്കെ വെക്കാനൊക്കെ നന്നായിട്ട്, ഓഫീസ് വെയർ ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ കോളേജിലൊക്കെ പോകുമ്പോൾ ഫോണൊക്കെ നമുക്ക് വെക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും പോക്കറ്റൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. നല്ല പാറ്റേൺ ആണ്. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ ഇതും കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഷോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്യൂട്ടിഫുൾ ഷോള്, അടിപൊളി ഷോള്. നല്ല ക്വാളിറ്റിയും ഉണ്ട് ഷോള്. നല്ല ഒതുക്കത്തിൽ കിടക്കുന്ന ഷോളുമാണ് കേട്ടോ. ഷോളിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനില്ല, എല്ലാം ഒരേ മെറ്റീരിയൽ ആണ്. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രസ്സ് നമുക്ക് നോക്കാം. ഇതാണ് ഡ്രസ്സ് വന്നിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഡ്രസ്സ് വന്നിട്ട്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നോർമൽ കുർത്ത സെറ്റ് അല്ല, വേറൊരു ടൈപ്പിലുള്ള ഒരു കുർത്ത സെറ്റാണ്. നെക്ക് വന്നിട്ട് വീനക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഫുൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അനാർക്കലി ഒക്കെ ഇല്ലേ, ആ ഒരു ടൈപ്പ് മോഡലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതിന് സൈഡ് ഓപ്പണും ഉണ്ട് കേട്ടോ. ഇങ്ങനെ സൈഡ് ഓപ്പണും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിന്റെ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബ്ലൂ ടച്ച് ഉണ്ട്, വൈറ്റ് ടച്ച് ഉണ്ട്, ബ്ലാക്ക് കളർ, അങ്ങനെ മൊത്തത്തിലൊരു മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ടയും ബോട്ടം വെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 565 രൂപയാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയം ആണ്. ഇത് മീഡിയം തൊട്ട്, ഇത് ഏതൊക്കെ സൈസ് അവൈലബിൾ ആണെന്ന് വെച്ചാൽ മീഡിയം തൊട്ടിട്ട് XXL വരെയുള്ള സൈസ് അവൈലബിൾ ആണ് കേട്ടത്. സ്റ്റിച്ചിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ പെർഫെക്ഷൻ ആണ്, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇതിന്റെ പാൻറ് ഒരു രക്ഷയില്ല കേട്ടോ, ബ്യൂട്ടിഫുൾ പാൻറ്റാണ്. ഇതാണ് പാൻറ്, പക്കാ സ്റ്റാൻഡേർഡിലാണ് വരുന്നത്. ഒരു സിക്സാക്ട് ലൈനായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? ഇലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്. ഇലാസ്റ്റിക് ഈ പോർഷനിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷനിൽ ഇലാസ്റ്റിക് അല്ല, ഒരു പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എങ്കിലും ഒത്തിരി സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഷോൾ എനിക്ക് അത്ര അങ്ങ് സ്യൂട്ട് ആയില്ല കേട്ടോ. ഷോൾ ഒരു എന്താ പറയാ, ഒരു ചിലപ്പോൾ ഒരു വാഷിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കൊളത്തി വലിച്ചാൽ ഇങ്ങനെ ചുരുങ്ങി കിടക്കത്തില്ലേ, അതുപോലത്തെ ഒരു ഷോള് പോലെ തോന്നി. ബാക്കി പാൻറ്റിൻ്റെ ഇതിന് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ ഇതിൻ്റെ ഷോൾ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. ഒരു പോളിസ്റ്റർ ടച്ച് പോലെ തോന്നുന്നുണ്ട് കേട്ടോ, പോളിസ്റ്റർ വിത്ത് കോംബോ ടച്ച് പോലെ തോന്നുന്നുണ്ട്. അപ്പം എന്തായാലും ഷോളിന് എനിക്ക് അത്ര സ്യൂട്ടായില്ല. തലയിൽ മാത്രം ഇട്ട് നടക്കുന്നവർക്കൊന്നും അത്ര കംഫർട്ടബിൾ ആയിട്ടുണ്ടാവില്ല. ചെയ്യുമ്പോൾ ചിലപ്പം കംഫർട്ടബിൾ ആയിരിക്കും. തലയിൽ ഇട്ട് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ തലയിൽ വീണ് പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവർ അത് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. 4 കുർത്ത സെറ്റാണ് ഞാൻ കാണിച്ചത്. 4ഉം ബ്ലാക്ക് വിത്ത് സംതിങ് കളർ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ്. നിങ്ങൾക്കും വേറെ കളറിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ എനിക്ക് ഇൻസ്റ്റയിൽ DM ആയിട്ട് അയക്കുകയാണ്. പിന്നെന്താ പറയാനുള്ളത് വെച്ചാൽ, വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടക്കേടായിട്ട് എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. എന്തെങ്കിലും ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക. കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ നോക്കുക. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്, ഏത് സൈസാണ് എടുത്തതെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.